ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഈ പറയുന്ന വിമർശനങ്ങളെ, ഈ ആക്ഷേപങ്ങളെ തള്ളിക്കൊണ്ട് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഈ എമ്പുരാന്റെ അണിയർ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അവരെന്തിനെ ഇതിൽ തിരുത്താൻ തയ്യാറാകുന്നു? ചോദിക്കേ അല്ല, അതിനകത്ത് വലിയ വ്യത്യാസമുണ്ട്. ഇത് ആരോടാണ്? ഇപ്പൊ അവരുടെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ അവർ സൃഷ്ടിച്ച ഒരു കഥ, അല്ലെങ്കിൽ ആ ഒരു ചലച്ചിത്രം അവർ പുറത്തേക്ക് ഇറക്കി, അതിനെതിരെ നടന്ന അറ്റാക്കും നമ്മുടെ മുൻപിലുണ്ട്. ഇതാരാണ്? അവർ കേവലം മനുഷ്യരോ, അല്ല അവർ കേവലം വ്യക്തികളോ, അവർ കേവലം ചലച്ചിത്ര പ്രവർത്തകരോ കലാകാരന്മാരോ മാത്രമാണ്. അതിന്റെ അപ്പുറം ഇപ്പോ ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൈറ്റ് സംഘപരിവാറിനെതിരെ രാജ്യത്ത് നടന്നതിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുൻപുണ്ട്. ഇപ്പൊ ഗുജറാത്ത് കൂട്ടക്കൊല, അതിന്റെ തുടർച്ച, ഗുജറാത്ത് വംശഹത്യ, അതിന്റെയൊക്കെ തുടർച്ചയിൽ നമ്മുടെ മുൻപിൽ ഒരുപാട് അനുഭവം ഉണ്ടല്ലോ. ഇതിനെതിരെ ഒറ്റ തിരിഞ്ഞ് നിന്ന് പോരാടിയിട്ടുള്ള ആളുകൾ. ഇപ്പൊ സഞ്ജയ് ഭട്ട് ഇപ്പോഴും എവിടെയാ? ഇല്ലാത്ത കുറ്റങ്ങൾ മുഴുവൻ ചുമത്തി ജയിലറക്കൊക്കെ തടച്ചിരിക്കുക. ഇനി ഇൻഡിവിജ്വൽ ആയിട്ട് ഇവിടെ സംഘപരിവാറിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട്, പൊളിറ്റിക്സ് ഉള്ള മനുഷ്യരുണ്ട്. ആ പൊളിറ്റിക്സ് ഉള്ള മനുഷ്യരെ എത്രയോ പേര് ഇവർ കൊലപ്പെടുത്തി കളഞ്ഞു. അപ്പൊ ഇവിടെ സംഘടിച്ചല്ലാണ്ട് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമല്ലാതെ സംഘപരിവാരത്തിനെതിരായിട്ടുള്ള ഫൈറ്റ് എന്നുള്ളത് അവൾ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. എന്നിട്ട് ജനാധിപത്യ കേരളത്തിന്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഉള്ള സംഘപരിവാർ വിരുദ്ധ ചേരിയുടെ, ഇവിടെയുള്ള മതനിരപേക്ഷ മനുഷ്യരുടെ ആകെ പിന്തുണ ആയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ കാണുന്ന ചലച്ചിത്ര താരങ്ങൾ, അവർ ചലച്ചിത്രത്തിനകത്ത് സിനിമയ്ക്കകത്ത് ഹീറോ ആയിരിക്കാം, അതേപോലെ തന്നെ ഹീറോയിക്കായിട്ട് പൊതുസമൂഹത്തിനകത്ത് ഇടപെടാൻ വേണ്ടി കഴിയുന്ന ആളുകളായിക്കൊള്ളണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. സ്വാഭാവികമായിട്ടും ഈ നിലക്കുള്ള അറ്റാക്കിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയോ, തരണം ചെയ്യുന്നതിന് വേണ്ടിയോ, അതിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയോ ഒക്കെ സാധിച്ചു കൊള്ളണം എന്നുള്ള ആളുകളല്ല. ഇനി ആഞ്ജനേയ സ്വാമി സിനിമയിൽ തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടല്ലോ, ED ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏത് വിധത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. സ്വാഭാവികമായും ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, ഏതെല്ലാം നിലക്കുള്ള ഭീഷണി, ഏതെല്ലാം നിലക്കുള്ള ഭയപ്പെടുത്തലുകൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്നുള്ളതൊക്കെ വരും കാലത്ത് പുറത്തേക്ക് വരേണ്ടുന്ന കാര്യമാണ്. ആ നിലയ്ക്കുള്ള ഭയപ്പെടുത്തുന്ന അന്തരീക്ഷമാണല്ലോ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ഇവിടെ വന്ന ആരൊക്കെയാ BJP ഫാസിസം, ജനാധിപത്യം, മതേതരത്വം, ഭീഷണി വിരുദ്ധത എന്ന് പറഞ്ഞു? ഞങ്ങൾ ആരെയെങ്കിലും കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ ജാതിപ്പേര് പറഞ്ഞോ? ഞങ്ങൾ ഏതെങ്കിലും കുട്ടിയോട് തന്തയില്ലാത്ത കുഞ്ഞിനുണ്ടാക്കി തരാമെന്ന് പറഞ്ഞോ? ഇപ്പറഞ്ഞ ആളുകൾ ആരെങ്കിലും ഇത് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ മാതിരി കേട്ടില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇതൊക്കെ പറയുന്നവരാണ് ഇവിടെ വന്നിട്ട് സംഘപരിവാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. വിവരക്കേട് ഒരു ദോഷമൊന്നുമല്ല, പക്ഷെ പറയുന്നതിന് അടിസ്ഥാനപരമായ വസ്തുതകൾ വേണം. നോക്കൂ, ജനങ്ങൾ അംഗീകരിച്ച കലാകാരന്മാർ, കൊല്ലത്തും ഉണ്ട് ഹർഷോ ഒരു കലാകാരൻ ജനങ്ങൾ അംഗീകരിച്ചേ, പക്ഷെ ആ അംഗീകാരം ഇപ്പൊ ഉണ്ടോ? പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് പോലും വരണ്ട എന്ന് പറയേണ്ടടുത്തേക്ക് അംഗീകാരമുണ്ട്. അതുകൊണ്ട് അംഗീകാരവും കലാകാരന്മാരെ മേന്മയും ഒന്നും എല്ലാവരുടെയും ഒരേ ഗ്രേഡ് പറയണ്ട. കേരളത്തിലും ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്താ? നിങ്ങൾക്ക് ഇവിടെ പ്രതിരോധിക്കാൻ BJPയും സംഘപരിവാറും ഒന്നും ഇട്ടു തന്നില്ല. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, അനൂപേ, ഈ സിനിമ അവർ തിരുത്തണമെന്ന് അവരാഗ്രഹിക്കുന്നെങ്കിൽ തിരുത്തട്ടെ. അവരോട് പറഞ്ഞിട്ടില്ലല്ലോ കളിക്കണ്ട എന്ന്. ദൈവമേ, ഇത് രണ്ട് കക്ഷികൾക്കും ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത്. അതാ ഞാൻ ചോദിച്ചത്. പെറ്റ അമ്മയ്ക്കില്ലാത്തതാ പോറ്റിയ മുത്താച്ചിക്ക്. മോഹൻലാൽ പറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളത് തിരുത്തുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതിന് വ്യവസ്ഥാപിത മാർഗം എന്തോ അത് പോവുക. 51 വെട്ട് എന്ന സിനിമയ്ക്കുണ്ടായ അനുഭവം ഉണ്ടായിട്ടില്ല അനൂപ. ഇനിയും ഇത് മറ്റു സിനിമയ്ക്കുണ്ടായ അനുഭവം ഉണ്ടായിട്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ എതിരഭിപ്രായം പറയുന്ന ആളുകളെ തലക്കടിച്ച് വീഴ്ത്തിയിട്ടില്ല, കത്തിച്ചിട്ടില്ല, ഇലക്ട്രിസിറ്റി ആഫീസിന്റെ മുമ്പിൽ കരിയോയിൽ ഒഴിച്ചിട്ടില്ല. ഒരു പോസ്റ്ററും കീറിയിട്ടില്ല. അതുകൊണ്ട് BJPയെയും ഇതിനെയൊക്കെ വിമർശിക്കുന്നവര് ശ്രീ TP ജയചന്ദ്രൻ, മലയാള സിനിമാ ചരിത്രത്തിൽ മാത്രമല്ല മോഹൻലാലിന്റെ കരിയറിൽ പോലും ഇങ്ങനെ ഒരു ഖേദപ്രകടനം നടത്തേണ്ടി വന്നിട്ടില്ല. ഇങ്ങനെ ഒരു സിനിമ വീണ്ടും എഡിറ്റ് ചെയ്ത് ചില ഭാഗങ്ങൾ മാറ്റി വീണ്ടും അത് പ്രദർശനത്തിന് എത്തിക്കേണ്ടി വന്നിട്ടില്ല. അല്ല, അത് ഞങ്ങൾ എന്ത് പഴിച്ചു? ഇത് എഴുതിയ മോഹൻലാലിന് ബുദ്ധിയില്ലാത്തവനാണോ, ധൈര്യം ഇല്ലാത്തവനാണോ?
പേടിക്കൊത്തൊണ്ടനാണോ? അയാൾ പറഞ്ഞിട്ടില്ലല്ലോ അത്. അദ്ദേഹം പറയാത്തത് എങ്ങനെയാ അനൂപും ജിൻഡോ ജോൺ പറയുന്നതും ആർഷോ പറയുന്നതും നമുക്ക് മനസ്സിലാക്കാം. നമ്മളെങ്ങനെയാ അവരാരെങ്കിലും ഒരുപാട് ധൈര്യമുള്ളവരുണ്ടല്ലോ ഇതിനകത്ത്. അവരാരും പറഞ്ഞില്ലല്ലോ അനൂപ് ഞങ്ങൾ ഭീഷണി കൊണ്ടാണ്, പരപ്രേരണ കൊണ്ടാണ്. അത്ര ധൈര്യം ഇല്ലാത്തവരാണ് ഈ കലാകാരന്മാരൊക്കെ. അല്ല, ഇതിനുള്ള മറുപടി ഇപ്പൊ പറയണോ അല്ലെങ്കിൽ പോയി വന്നിട്ട് പറഞ്ഞാൽ മതിയോ? അങ്ങനെ ഉണ്ടെങ്കിൽ പുറകിൽ നിൽക്കാൻ ഇതാ ജിൻഡോ ജോണിന്റെ പാർട്ടി ഇല്ലേ, ഇവിടെ ആർഷോന്റെ പാർട്ടി ഇല്ലേ? ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇതൊക്കെ സംഘപരിവാർ ഇങ്ങനെ പ്രതിരോധിച്ച് തള്ളി 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 ഞങ്ങളുടെ ഒഴുക്കിനെ നിർത്തുന്നവരല്ലേ? ഇവരെ മുമ്പിൽ പേടിച്ച് ഓടുന്നവർ ഞങ്ങളല്ലേ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഇവരൊക്കെ ഇപ്പോഴും പറയുന്നു ഞങ്ങളാണ് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്നത്, ഞങ്ങളാണ് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നത്, ഏതറ്റം വരെയും പോകും. ഇതൊന്നും മോഹൻലാലിനും പൃഥ്വിരാജിനും വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? പറഞ്ഞിട്ടില്ല. ഇനി കിട്ടാനുള്ളത് എന്താണ്? ഞങ്ങൾ കുറെ പൈസ മുടക്കിപ്പോയി, അതുകൊണ്ട് അതൊന്ന് കിട്ടുന്നത് വരെ ഞങ്ങൾ തുടരട്ടെ, ചെയ്തോളൂന്നേ. ഞങ്ങൾ പറയുന്നത് പരമാവധി കാണിക്കുക, ജനങ്ങൾ കാണട്ടെ, ചരിത്രം സത്യമാണോ ശരിയാണോ എന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഈ സാധനത്തിന് എന്താ ചെയ്യാൻ? മാത്രമല്ല ഒറ്റ കാര്യം പറയാം, നിങ്ങൾ ഇങ്ങനെ 10-50 കൊല്ലമായല്ലോ കേരളത്തിൽ ഞങ്ങളെ പ്രതിരോധിച്ച് ബോധവൽക്കരിച്ച് നടക്കുന്നത്. ഇപ്പൊ എവിടെ എത്തി? തൃശ്ശൂർ പ്രതിരോധിച്ചു പോയില്ലേ? പ്രതിരോധം തുടരണം. നിങ്ങൾ ഈ സംഘവിരുദ്ധ പ്രവർത്തനങ്ങളും സംഘം RSSും ഒക്കെ ഫാസിസ്റ്റാണ് എന്നുള്ള ജൽപ്പനങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അത് നിർത്തരുതെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? ഭയം ജനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് സംഘപരിവാരം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇതുൾപ്പെടെ ഗാന്ധിവധം ഉൾപ്പെടെ ഈ രാജ്യത്ത് RSS അഴിച്ചുവിട്ട വംശഹത്യകളുടെ മനുഷ്യക്കുരുതികളുടെ ചരിത്രങ്ങൾ അത്രയും ഈ രാജ്യം ചർച്ച ചെയ്യരുത്, ഈ രാജ്യത്തിന്റെ മുൻപിൽ ഉണ്ടാകരുത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഓർമ്മകളിൽ നിന്നും മായ്ച്ചു കളയണം എന്നിവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ചലച്ചിത്രം പ്രത്യക്ഷപ്പെട്ടു, ഇത്തരത്തിലൊരു ചലച്ചിത്രം പിറവി കൊണ്ടു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഒരു രാജ്യത്തിലെ ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് രാജ്യത്തിലെ ജനങ്ങളാണ്. ആ രാജ്യത്തിലെ ജനങ്ങളുടെ മണ്ടയ്ക്കടിച്ചാൽ ജനം തിരിച്ചടിക്കും സർ. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഒരുത്തന്റെ മോന്ത അടിച്ചു കൊട്ടിയിട്ട് മാപ്പ് പറയുന്നത് വലിയതൊന്നുമല്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതേ ആഭ്യന്തര വൈദേശിക അക്രമത്തിന്റെ പേരിലൊന്നും അല്ല ജിൻഡോ. കുറച്ച് ചരിത്രം പഠിക്കണം. ജനാധിപത്യ കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിട്ട് അയ്യോ എന്റെ അമ്മയോടോ ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. നിങ്ങൾ വലിയ ജനാധിപത്യവാദിയല്ലേ? മറ്റുള്ളവരുടെ വാക്ക് കേട്ട തൽക്കാലം ഇത്രയും മതി. വരട്ടെ.